ഹലോ, ഷാനൂസാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നുമല്ല. നമ്മൾ വീഡിയോ എടുത്തിട്ടുമില്ല, ഇടാനൊന്നും തോന്നുന്നില്ല. നമ്മളെ നാട്ടിൽ നടന്ന ദുരന്തങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞതും കണ്ടതാണല്ലോ. അപ്പോൾ ഒരുപാട് കോള് വരുന്നുണ്ട്, മെസ്സേജസിലൂടെ അറിയുന്ന ആൾക്കാർ, യൂട്യൂബർമാർ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാനു സേഫാണോ, എവിടെയാണ്, അവിടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതിനൊരു റീപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നാണ് ഞാൻ. ഒന്നിനും തോന്നുന്നില്ല, നമുക്ക് വെച്ചുണ്ടാക്കാനും കഴിക്കാനൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മൾ വിശന്നിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ, വിശപ്പെടുക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവം നടന്ന അന്ന് രാവിലെ പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മളും ചെറിയൊരു സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ പുറകിലൊരു ചെറിയൊരു കുന്നാണ്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, മഴ ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മണ്ണിടിഞ്ഞ് വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഉറക്കം വരുന്നേൽ ഉറങ്ങിയിട്ടുമില്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ന്യൂസിൽ ഇങ്ങനെ ആരോ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം തന്നെ അറിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ടായിരിക്കും ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടാകാൻ തോന്നുന്നു. ശരിക്കും ഷോക്കായിപ്പോയി. എന്താ ചെയ്യുക, ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. നമുക്ക് ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും അല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അവർക്ക് വേണ്ടിയിട്ട്. അത്രയും വലിയൊരു ദുരന്തമാണ് ഞങ്ങളെ നാടിനെ ഏറ്റിരിക്കുന്നത്. മനസ്സിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. എന്താ പറയുക, ന്യൂസൊക്കെ കണ്ട് മരവിച്ചിരിക്കുക നമ്മുടെ മനസ്സൊക്കെ. അപ്പോൾ ഞാൻ എല്ലാവരും സേഫാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. സൽമ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മുടെ ഈസി കുക്കിങ്ങിൽ. അതേപോലെ തന്നെ സിന്ധു ഫുഡ് സ്റ്റൈൽ സിന്ധു, മോനായി ചേട്ടൻ, അനിതേച്ചി, മോനെ എന്താടാ സേഫാണോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിലൂസ് വണ്ടൂർ, നോറിൻ വ്ളോഗിലെ സജിന UAE വിളിച്ചിട്ടുണ്ടായിരുന്നു. സിനു വ്ളോഗ്, ഹജൂസ് വേൾഡ്, ഇനി ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ ഫോണിൽ നമ്പർ സേഫ് അല്ലാത്ത ആൾക്കാർ പോലും യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. മഴയാണെങ്കിൽ നമുക്ക് പേടിയാണ് രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ. എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ നമ്മളിവിടെ സേഫാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.